റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. ഹലോ, ഹായ്, നമസ്കാരം. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ റേസ് ടു സക്സസിലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ ഇന്ന് റേസ് ടു സക്സസിൽ ജീവിത വിജയത്തിലേക്കുള്ള കുറേയധികം വിഷയങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ഒപ്പമുള്ളത് മഹാദേവൻ പിള്ള സാറാണ്. സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം സാറ് മുന്നേ പറഞ്ഞ പോലെ കുറച്ച് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. സ്വത്വബോധത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ശരിക്കും അതിന്റെ ആ ഒരു മീനിങ് അറിഞ്ഞുകൊണ്ട്, അല്ലെ, അർത്ഥം അറിഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നുന്നു. എന്താണ് ഈ സ്വത്വബോധം എന്നാൽ? സ്വത്വബോധം എന്ന് പറയുന്നത് താൻ ആരാണെന്ന് തനിക്ക് തോന്നുക. പച്ച മലയാളത്തിൽ പറഞ്ഞ ഏതോ ഒരു സിനിമയില് കുതിരോട്ടം പപ്പു ചോദിക്കുന്നില്ലേ, താൻ ആരാണെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുന്നു. അതാണ് താൻ ആരാണെന്ന് തനിക്കറിയാം എന്ന് വെച്ചാൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാം, അഭിരാമി ആരാണെന്ന് അഭിരാമിക്കറിയാം. അതാണ് സ്വത്വബോധത്തിന്റെ അന്തസ്സത്ത. മനുഷ്യന്റെ ജീവിതം മുഴുവൻ അവന് സ്വത്വം തേടിയുള്ള ഒരു പ്രയാണമാണ്. അത് കൂടിക്കൂടി വരും. ഇപ്പൊ ജനിക്കുന്ന സമയത്ത് അവനിത് അറിയില്ല, അതിനുള്ള ബോധമില്ല. മനുഷ്യന്റെ ബോധം തെളിയും തോറും അവനിതൊരു ചോദ്യമായിട്ട് മുന്നിൽ വരും. ഞാൻ ആരാണ്, ഞാൻ ആരാണ്. ഫ്രഞ്ച് വാക്കൊരെണ്ണമുണ്ട്, കോ വാഡിസ് എന്ന് പറഞ്ഞാൽ ഞാൻ എവിടേക്ക് പോവാണ്, എവിടേക്കാണ് എൻ്റെ പ്രയാണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഇത് അവസാനം വരെ മനുഷ്യനിലുണ്ടാവും. ഒരു മനുഷ്യൻ മരണത്തോടടുക്കും തോറും അവൻ്റെ ഈ ചോദ്യം കൂടിക്കൂടി വരും. ഹുവാമായി എന്ന് പറഞ്ഞ് ഒരു ജാക്കി ചാൻ്റെ ഒരു സിനിമയുണ്ട്, തമാശ സിനിമയാണ് എങ്കിലും ആ ചോദ്യം, ഇംഗ്ലീഷിലുള്ള ആ ചോദ്യം ഹുവാമായി, അത് തന്നെയാണ് ഈ സ്വത്വബോധം എന്നുള്ളതിൻ്റെ അർത്ഥവും. അത് തേടുന്ന ഒരു പ്രയാണമാണ് ഒരു ബൗദ്ധിക ജീവിതം എന്ന് പറയുന്നത്. ഇപ്പം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്ത 3 നേരം ഭക്ഷണം മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ഒരാളിന് സ്വത്വബോധം വരണമെന്നില്ല. ഈ സ്വത്വബോധം അതുകൊണ്ടാണ് ഒരു മൃഗങ്ങളിലും ഇല്ലാത്തത്. ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് ഈ ആനിമൽസിൻ്റെ ജീവിതത്തെ, പല വീഡിയോകളിലും ശ്രദ്ധിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ അക്രമങ്ങൾ, അവരുടെ ഇരതേടൽ, അവരുടെ ഇണചേരൽ, ഇതൊക്കെ ഞാൻ ദീർഘനേരം വാച്ച് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഈ വ്യത്യാസം കാണുമ്പോഴാണ് നമുക്ക് മനുഷ്യൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാകുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് സ്വത്വബോധം വരിക. ഈ സ്വത്വബോധത്തെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ പഠിച്ചവരാണ് നമ്മുടെ മുനിമാരും സന്യാസിമാരും ഒക്കെ. അതെ, ഏതോ സിനിമയിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗും ഉണ്ട്, പിന്നെ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യം. അതിലേക്കുള്ള യാത്രയിലാണ് ഓരോരുത്തരും വന്ന്, അല്ലെ? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് സ്വത്വബോധം. അത് ഒരു ഓപ്സഷനായിട്ട്, അത് ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായിട്ട് തോന്നുമ്പോൾ ചിലർക്ക് റിസൈൻഡ് ലൈഫിലേക്ക് പോകും, ജീവിത വിരക്തി ഉണ്ടാവും. അവരാണ് ഈ സന്യാസത്തിലേക്ക് മറ്റൊക്കെ പോകുന്നത്. ആരാണെന്ന് സ്വയം മനസ്സിലാകാതെ കുഴങ്ങുന്ന ചില ആളുകളാണ് സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നത്. ഇനി അതിനെക്കുറിച്ച് ബോധറേഷനേ ഇല്ലെങ്കിൽ, ചിന്തിച്ചാലൊരു അന്തമില്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തമില്ല എന്ന് പറയുന്ന പോലെ, ഇതിനെക്കുറിച്ചൊരു ബോധറേഷനേ ഇല്ലെങ്കിൽ അവർക്ക് സ്വത്വബോധം ബാധിക്കില്ല. അവർ 3 നേരം ഭക്ഷിച്ചുറങ്ങി സാധാരണ മനുഷ്യരെ പോലെ അങ്ങനെ ജീവിച്ചു മരിക്കും. അത്രേ ഉള്ളൂ. ശരിക്കും പിന്നെ നമ്മുടെ മനുഷ്യനിപ്പോൾ പല അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ? ഈ എല്ലാ അവസ്ഥകളിലും സ്വത്വബോധം എന്നുള്ളൊരു കാര്യം അലട്ടുന്നുണ്ടോ ഈ മനുഷ്യരെ? ചിന്തിക്കുന്ന മനുഷ്യനെ മാത്രം അലട്ടുന്ന ഒരു പ്രത്യേകതയാണ് ഈ സ്വത്വബോധം. അത് ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ, അത് ഏത് സമയത്താണ് ഈ സ്വത്വബോധം ഒരു മനുഷ്യനെ അലട്ടുക എന്ന് പറയാൻ പറ്റില്ല. അതവൻ്റെ ബൗദ്ധിക നിലവാരം അനുസരിച്ചിരിക്കും. ചിലരെ സംബന്ധിച്ച് ഇപ്പം 11 വയസ്സിൽ സന്യാസത്തിനിറങ്ങി ശ്രീശങ്കരൻ, അതിൻ്റെ അർത്ഥം 11 വയസ്സിൽ സ്വത്വബോധം ശ്രീശങ്കരനെ അലട്ടിയെന്നാണ്. ഉൾവിളി സ്വത്വബോധത്തിന്റെ ഒരു വേറൊരു പരാമർശം ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ബുദ്ധൻ, അദ്ദേഹം സ്വത്വബോധം അദ്ദേഹത്തിന് സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. കാരണം ഒരടച്ചിട്ട എൻവയറമെന്റിൽ ഒന്നിനെക്കുറിച്ചും അറിയാതെ ജീവിച്ചിരുന്ന അദ്ദേഹം ആദ്യമായിട്ട് പുറത്തിറങ്ങുമ്പോൾ, ആദ്യമായിട്ട് മറ്റു മനുഷ്യരുടെ ജീവിതത്തെ കാണുമ്പോഴാണ് അദ്ദേഹത്തിൽ സ്വത്വബോധമുണ്ടായത്. അതുകൊണ്ട് സ്വത്വബോധം ഏത് സമയത്തുണ്ടാകുന്ന, ചിലർക്ക് ഇങ്ങനെയൊന്നുമില്ല. ഞാനൊരു മുമ്പൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വലിയ വ്യവസായി, അദ്ദേഹം പറ്റാവുന്നത്ര സ്വത്തെല്ലാം സമ്പാദിച്ച് അവസാനം ഒരു 10-65 വയസ്സായപ്പം അതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഒറ്റയ്ക്കുള്ള ഒരു ഏകാഗിയായ ഒരു ജീവിതത്തിലേക്ക് മാറി. അപ്പോൾ അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്വത്വബോധം അദ്ദേഹത്തിന് കിട്ടിയത്. ഇനി വേറൊരു പ്രശസ്തമായ റഷ്യൻ കഥയുണ്ട്, ദ ബാങ്കർ എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ മുമ്പൊരിക്കൽ ഇവിടെ ഈ റേഡിയോ ടോക്കിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഒരു ബാങ്കർ, 2 ബാങ്കർമാർ തമ്മിൽ ബെറ്റ് വെക്കുന്നു. അത് ആന്റൺ ഷെക്കോവിന്റെ ഒരു കഥയാണ് ബാങ്കർ. ദ ബാങ്കർ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അപ്പോൾ അതിൽ ഒരു ബാങ്കർ മറ്റേ പറയുന്നു, നീ 14 വർഷം ഒറ്റയ്ക്ക് ജീവിക്കാമെങ്കിൽ, ലോകമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിക്കാമെങ്കിൽ എൻ്റെ സ്വത്ത് മുഴുവൻ നിനക്ക് എഴുതി തരാമെന്ന് പറയുന്നു.
അങ്ങനെ ബെറ്റ് സ്വീകരിച്ചുകൊണ്ട് അയാൾ ഏകാഗിയായിട്ടൊരു മുറിയിലെ തടവിലേക്ക് മാറുന്നു. ആരും കാണാതെ ഭക്ഷണം ആരെങ്കിലും ഒരു പീപ്പ് ഹോളിൽ കൂടെ അങ്ങോട്ട് അകത്തോട്ട് കൊടുക്കും. അത് കഴിച്ചിട്ട് ശുചിമുറിയൊക്കെ അതിനകത്ത് തന്നെയുണ്ട്, പുറത്തേക്ക് പോകുന്നില്ല. അയാൾ ഏകാഗിയായിട്ട് അങ്ങനെ ജീവിക്കുന്നത്. അപ്പം ആ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ വായിക്കാൻ പുസ്തകം ആവശ്യപ്പെട്ടു. അപ്പോൾ പിന്നെ പുസ്തകങ്ങൾ നിരന്തരം സപ്ലൈ ചെയ്ത് തുടങ്ങി. അങ്ങനെ 14 കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഈ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന മറ്റൊരാളിൻ്റെ മുഴുവൻ സ്വത്തുക്കളും വാങ്ങാൻ മെനക്കെടാതെ അദ്ദേഹം കാട്ടിലേക്ക് തപസ്സിനായി പോകുന്നു എന്നാണ് കഥ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞ ആ ഒരു സ്വയം നിർമ്മിച്ച കാരാഗ്രഹവാസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് സ്വത്തുബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഊഹാമായി ഞാൻ എന്താണ് എന്നുള്ളൊരു ബോധം. അപ്പോൾ അങ്ങനൊരു ബോധം വന്നു കഴിഞ്ഞാൽ പലരും പല തരത്തിലേക്കാണ് പ്രതികരിക്കുക. ഇനി ചിലരെ സംബന്ധിച്ച് അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും. സ്വത്തുബോധം കൂടിക്കഴിഞ്ഞാൽ ഞാനിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആത്മഹത്യയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഇനി ആരും ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കൂട്ടക്കൊലപാതകങ്ങളിലേക്ക് പോയ ചില കേസുകളുണ്ടായിരുന്നു. ആത്മീയതയുടെ മറവിൽ ആയിരക്കണക്കിന് ആളുകളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്വത്തുബോധം പല രൂപങ്ങളെടുക്കാം. പലർക്കും പലതരത്തിലായിരിക്കും റിയലൈസേഷന്റെ പ്രോസസ്സ്. പലതരത്തിലായിരിക്കും. പിന്നെ നമ്മുടെ മനുഷ്യന്മാരെ മൊത്തത്തിൽ നയിക്കുന്നതും ഈ ഒരു സ്വത്വബോധമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ സാർ? ചിന്തിക്കുന്ന മനുഷ്യരെ നയിക്കുന്നത് സ്വത്വബോധമാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഒരാൾ സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാളിന് അധികാരം വേണമെന്ന് ആലോചിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാളിന് ആശ്രിതർ വേണമെന്ന് ആലോചിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരാളിന് കുടുംബം വേണമെന്ന് തോന്നുന്നത്? ഇതിലൊക്കെ സ്വത്വബോധമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം എടുക്കുകയാണ്. ഒരാളിന് അധികാരം വേണമെന്ന് തോന്നുമ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ ബാക്കിയുള്ളവർ അനുസരിക്കണം, ഞാൻ അവർക്ക് മേലെയാകണം. ഇതൊരു സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. സ്വത്വബോധമില്ലാത്ത ഒരാളിനും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ മറ്റൊരാളിൻ്റെ നേതാവായി മാറുക എന്നുള്ള ഒരു, അല്ലാതെ രാഷ്ട്രസേവനമൊന്നും അല്ല ഇപ്പോൾ രാഷ്ട്രീയം. അതൊക്കെ പണ്ടൊരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അത് സ്വത്വബോധത്തിൻ്റെ ഒരു അവസ്ഥാന്തരം തന്നെയാണത്. അതുപോലെ സമ്പത്ത് സമാഹരിക്കുക. എന്തിനായി സമ്പത്ത്? എത്രയൊക്കെ സമ്പത്ത് സമാഹരിച്ചാലും ഇപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ വളരെ പ്രശസ്ത ചിന്തകനായ ഡയനീഷ്യസ് വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡയനീഷ്യസ് പറഞ്ഞു, ഈ ചക്രവർത്തിയുടെ 2 കൈയും ഈ ശവപ്പെട്ടിക്ക് പുറത്തേക്ക് എടുത്തിടുമെന്ന്. അപ്പോൾ ആളുകൾക്ക് തോന്നിയത് എന്തിനാണെന്ന്. അപ്പോൾ ഡയനീഷ്യസ് പറഞ്ഞു കൊടുത്തു, ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ 33-ാം വയസ്സിൽ തൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെയാണ് ഈ ലോകം വിട്ടു പോകുന്നതെന്ന് ആളുകൾ കാണട്ടെ എന്ന്. മനസ്സിലായി? അപ്പോൾ ഈ അലക്സാണ്ടർ എന്തിനു വേണ്ടിയാണ് ലോകത്തെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കിയത്? സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ആക്രമികളിലും ഈ സ്വത്വബോധമുണ്ട്. പക്ഷേ ഈ സ്വത്വബോധം മൃഗങ്ങൾ ഒരിക്കലും കാണാറില്ല. ഒരു മൃഗവും ആക്രമിക്കാൻ വേണ്ടി ആരെയും ആക്രമിക്കാറില്ല. അതിന് ഭയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആക്രമിക്കുന്നത്. അപ്പം ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഈ മൃഗങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ മനുഷ്യനിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരിക ബന്ധത്തിന് വേണ്ടി മനുഷ്യരെ ആക്രമിക്കും. ഒരു മൃഗവും അങ്ങനെ ചെയ്യാറില്ല. ലോകത്ത് ഒരു മൃഗവും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാറില്ല. അതുകൊണ്ട് ഒരു മൃഗത്തിന് മേലും ഈ ബലാത്സംഗ കേസെടുക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ സ്വത്വബോധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അപഭ്രംശമാണ് അതിലും വരുന്നത്. അപ്പോൾ എല്ലാത്തിലും നമ്മുടെ സ്വത്വബോധം വർക്ക് ചെയ്യും. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയുകയാണ്. ഇപ്പോൾ അഭിരാമിക്ക് എന്തുകൊണ്ട് ഒരു ജേർണലിസ്റ്റ് ആകണം എന്നൊരു ബോധം തോന്നി? അതിലൊരു സ്വത്വബോധമുണ്ട്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മേഖല ഏതാണെന്നൊരു തോന്നൽ. അങ്ങനെ കണ്ടെത്തുന്ന ഒരു മേഖലയാണ് ഈ മേഖലയിൽ പോയി കഴിഞ്ഞാൽ ഐ ക്യാൻ എക്സ്പ്രസ് മൈസെൽഫ്. ഈ മൈസെൽഫ് എക്സ്പ്രസ് ചെയ്തിട്ട് എന്താ നേടാൻ പോകുന്നത്? അലക്സാണ്ടർ ചക്രവർത്തി പോയ പോലെ 2 കൈ മലത്തിട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സ്വത്വബോധം പ്രവർത്തിച്ചില്ലെങ്കിൽ പലരും പ്രവർത്തനരഹിതരായി പോകും. മനുഷ്യനെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത് ഈ സ്വത്വബോധമാണ്. പക്ഷേ ഉദാത്തമായ സ്വത്വബോധത്തിൽ നിന്നാണ് ഉദാത്തമായ ചിന്തകൾ വരുന്നത്. ലോകത്ത് അറിയപ്പെടുന്ന ചിന്തകരെല്ലാം ഈ സ്വത്വബോധത്തിന് അടിമകളാണ്. അപ്പൊ നല്ല സ്വത്വബോധവും ചീത്ത സ്വത്വബോധവും അത് നമ്മൾ ആ ബോധത്തിന് കൊടുക്കുന്ന ഒരു വേർഷൻ പോലെ ഇരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊലപാതകി പലപ്പോഴും കൊലപാതകങ്ങളെല്ലാം ചെയ്യപ്പെടുന്ന അവനവൻ്റെ അഭിമാനം കാക്കാനാണെന്ന് പറയാറുണ്ട്. എല്ലാ കൊലപാതകങ്ങളും. ഉദാഹരണത്തിന് അയലത്തുകാരനെ കുത്തിക്കൊന്നു, അതെൻ്റെ അഭിമാനത്തെ അയാൾ ഇല്ലാതാക്കി. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിനെ ഞാൻ കുത്തിക്കൊന്നു, അതെൻ്റെ വീട്ടിൽ അയാൾ അതിക്രമിച്ച് കയറി. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ സ്വത്വബോധം ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം കൊലപാതകങ്ങളെ സൃഷ്ടിക്കുന്നത് സ്വത്വബോധമാണ്. ഇനി വലിയ ഋഷിമാർ, ഇപ്പം കോയമ്പത്തൂരേക്ക് പോന്നു കഴിഞ്ഞാൽ ഈശാ യോഗാശ്രമമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ എന്നും പ്രഭാഷണങ്ങളുണ്ട്. എന്താ അവിടെ ചെയ്യുന്നത്? ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വത്വബോധത്തിൽ നിന്ന് വരുന്ന ചിന്തകളെ പകർന്നു കൊടുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ടോക്കുകൾ പലതും
യൂട്യൂബിലാണ് കേൾക്കാറുള്ളത്. ഞാനിതുവരെ അവിടെ പോയിട്ടില്ല, കാരണം എനിക്ക് അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുക്ക് പോയിരുന്ന് കേൾക്കുന്ന പതിവില്ല. അതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ പലതും കേൾക്കാറുണ്ട്. അതിൽ ചിലതൊക്കെ എനിക്ക് സ്വീകാര്യമായിട്ട് വരാറുണ്ട്, ചിലതൊക്കെ അസ്വീകാര്യമായിട്ടും. പക്ഷേ അതിലൊക്കെ പ്രവർത്തിക്കുന്നത് ആ വ്യക്തിയുടെ സ്വത്വബോധമാണ്. ഒരുപക്ഷെ ഈ നിരാമയ വ്യക്തിത്വങ്ങളുണ്ടാവും. അതായത് ഇങ്ങനെയുള്ള ഇപ്പോൾ സ്വാമി ചിന്മയാനന്ദൻ്റെ പ്രസംഗം ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റായിരുന്നു, അറിയുമെന്നറിയില്ല. അദ്ദേഹം ജേർണലിസത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് വന്ന ആളാണ്. അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റായിരുന്നു ചിന്മയാനന്ദ സ്വാമി. അദ്ദേഹം സന്യാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആ സ്വത്വബോധത്തിനൊരു പരിണാമം സംഭവിക്കുകയാണ്. അപ്പോൾ എല്ലാവരിലും പ്രവർത്തിക്കുന്ന ഈ ശക്തി രൂപാന്തരപ്പെടുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ വന്ന് ഈ റേഡിയോയിൽ ഇൻ്റർവ്യൂ തന്നുകൊണ്ടിരിക്കുന്നു, എൻ്റെ സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. അതൊരു എക്സ്പ്രഷനിസമാണ്. ഇല്ലെങ്കിൽ എനിക്ക് ഈ സമയം വീട്ടിരുന്നപ്പോൾ എൻ്റെ എനർജി കളയണോ? അപ്പോൾ വരുന്നത് എന്തിനാണ്? എന്നെ 10 പേര് കേൾക്കണം, എനിക്ക് പറയാനുള്ള മറ്റുള്ളവർ അറിയണം. അതും എൻ്റെ സ്വത്വബോധത്തിന്റെ ഭാഗമാണ്. നമുക്കുള്ള അറിവ് പകർന്നു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത. അത് പിന്നെ ശരിക്കും ഒരു തരത്തിൽ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മളെ തന്നെ കണ്ടെത്തുന്ന ഒരു രീതി കൂടിയുണ്ട് സ്വത്വബോധത്തിന്, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ തൊഴിൽ സ്വീകരിക്കുന്നതിന് അങ്ങനെയാണല്ലോ. ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ ഒരുപാട് അപ്പോയിൻമെൻ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കുറച്ച് ശമ്പളമുള്ള ജോലിയിൽ ഞാൻ കയറിയത്. ഏറ്റവും കുറച്ചന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനാണ്. ബാക്കിയെല്ലാം എനിക്ക് ഇതിലും മെച്ചപ്പെട്ട ശമ്പളമുള്ള ജോലിയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 2-3 അധ്യാപകർ എൻ്റെ അടുക്ക് പറയുന്നത്, താൻ എന്ത് മണ്ടത്തരോട് കാണിക്കുന്നത്? ഞാൻ ചോദിക്കാൻ എന്താ അതെടുക്കാൻ? എൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ ഉണ്ടായിരുന്നു, കേരള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരുന്നു, അതിലൊക്കെ ശമ്പളം കൂടുതലുമായിരുന്നു. അപ്പോൾ അവരാരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. എൻ്റെ സ്വത്വബോധം എന്നിൽ പ്രവർത്തിച്ചു. എന്താ കാര്യം? എനിക്ക് പഠിപ്പിക്കാനാണ് ഇഷ്ടം, എനിക്ക് കേരളത്തിൽ നിൽക്കാനാണ് ഇഷ്ടം. ഇത് രണ്ടുമാണ്. എനിക്ക് പഠിപ്പിക്കാനാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ സ്വത്വബോധം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് കേന്ദ്ര സർക്കാരിൽ കിട്ടിയ ജോലി ഞാൻ സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ കേരളത്തിന് പുറത്തെവിടെയിലായിരുന്നു തന്നെ. എനിക്ക് ബാക്കി സ്ഥലങ്ങളൊക്കെ പോയി കാണാനേ ഇഷ്ടമുള്ളൂ. പിന്നെ ഉപരിപഠനത്തിന് മാത്രം കുറേ കാലം ബോംബെ പോയി താമസിച്ചു. അതും സത്യത്തിൽ കേരളം വിട്ട് നിൽക്കാൻ താല്പര്യമുള്ളതുകൊണ്ടല്ലോ. എനിക്ക് എൻ്റെ ജന്മനാട്ടിൽ നിൽക്കുന്നതാണ് താല്പര്യം. പക്ഷേ എൻ്റെ സ്വത്വബോധം അവിടെ പ്രവർത്തിച്ചു. ഞാനതിൽ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആ സ്വത്വബോധം എനിക്കൊരു ആത്മസാക്ഷാത്കാരം നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും സ്വത്വബോധത്തിനുള്ള പ്രത്യേകത അതാണ്. നമുക്കിപ്പോൾ സമ്പത്ത് കുമിഞ്ഞു കൂടിയാലാണോ നമുക്ക് മേന്മ ഉണ്ടാകുക? പല ആളുകളും ഇപ്പോൾ അമേരിക്കയിൽ പോകാൻ വേണ്ടി ഇടിച്ചു കയറി നടക്കാറുണ്ട്. എനിക്ക് അമേരിക്കയിലേക്ക് ജോബ് ഓഫർ കിട്ടിയിട്ട് ഞാനത് സ്വീകരിച്ചില്ല. അപ്പൊ അത് നമ്മുടെ സ്വത്വബോധത്തിന്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും. അതിപ്പോ കേന്ദ്ര സർക്കാർ ജോലി ഒരു പക്ഷെ അത് ചൂസ് ചെയ്തായിരുന്നെങ്കിൽ അവിടെയും നമുക്ക് കുറേ അധികം അല്ലെ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന കുറേ അധികം ട്രഷേഴ്സ് ഉണ്ടാകും. പക്ഷെ അതൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇന്ന് വന്നിരുന്നത് പറയാൻ കഴിയില്ലായിരുന്നു. ഇല്ല, തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞത്, സ്വത്വബോധം നമ്മളെ ചില ഉദാത്തമായ ചിന്തകളിലേക്ക് ചിലപ്പോൾ നയിച്ചു തരും. എല്ലാവർക്കും ഈ സ്വത്വബോധത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ്? ഒരാളിന്റെ സ്വത്വബോധമായിരിക്കില്ല വേറൊരാളിന്റെ സ്വത്വബോധം. ഇഷ്ടാനിഷ്ടങ്ങൾ, അവരുടെ ചിന്തകളൊക്കെ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് എനിക്കൊരു ദൗർബല്യം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ആഴ്ചയിലും കുറേ നാൾ 2-3 വർഷം ആഴ്ചയിൽ ഒരു ദിവസം മൗനവ്രതമായിരുന്നു. അതെന്താ? അത് എനിക്ക് അതിന് കഴിയുമോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു. അപ്പം ഞാൻ മിണ്ടില്ല. ഞാൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ വായിച്ചപ്പോൾ മൈ എക്സ്പീരിയൻസ് ട്രൂത്ത് ഉണ്ടല്ലോ, അതിനകത്ത് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചത് ഒരാഴ്ചയിൽ. മഹാത്മാഗാന്ധി എല്ലാ ശനിയാഴ്ചയും മൗനവ്രതമായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത് പറ്റുന്നില്ല. എന്താണെന്നറിയാമോ? ചിലപ്പോൾ ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവും, അപ്പം മൗനവ്രതത്തിൽ ക്ലാസ്സിൽ പോയിരുന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ തീരുമാനിച്ചു ഒരാഴ്ച ഒരു ദിവസം, ഏതെങ്കിലും ദിവസം, ഒരാഴ്ച എന്തായാലും ഒരു ദിവസം അവധി കിട്ടും. അത് ഞായറാഴ്ച ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പബ്ലിക് ഹോളിഡേ ആകാം. ഞാൻ മൗനവ്രതം തുടങ്ങി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മൗനവ്രതം ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ ഹോസ്റ്റലിൽ താമസിക്കല്ലേ, റൂമിൽ വന്ന ആളുകൾ കൊട്ടുമ്പോൾ നമുക്ക് തുറന്ന് അതുവരെയൊക്കെ അവരിങ്ങനെ തട്ടി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവർക്കറിയില്ലല്ലോ നമ്മൾ മൗനവ്രതത്തിലാണ്. പക്ഷെ ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പലർക്കും അത് മനസ്സിലായി. പിന്നെ ഞാൻ മൗനവ്രതം എടുക്കുന്ന ദിവസങ്ങളിൽ തട്ടാറില്ല. എന്ന് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ തട്ടാറേ ഇല്ല. എനിക്ക് പരമാവധി അതിൽ നിന്നുള്ള ശല്യം കുറഞ്ഞു. അപ്പോൾ അത് ഒരു പരീക്ഷണമായിരുന്നു. അതും എൻ്റെ സ്വത്വബോധത്തിൽ നിന്നുള്ളൊരു പരീക്ഷണമായിരുന്നു. അത് എത്ര പേര് ചെയ്തു നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെട്ടു. മഹാത്മാഗാന്ധി പറയുന്നത് അദ്ദേഹം അങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മൗനവ്രതം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെ എടുത്തിട്ട് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അത് ആ സമയത്ത് അന്നേരം കുറച്ചു കാലത്തേക്ക് മാത്രമേ ചെയ്തു. അങ്ങനെ ചെയ്തു, 2-3 കൊല്ലക്കാലം. പക്ഷെ അപ്പോൾ എനിക്ക് വന്നൊരു അവസ്ഥാന്തരം ഞാൻ ശ്രദ്ധിക്കുണ്ടായി. ഞാൻ പൊതുവെ മിണ്ടുന്നത് വല്ലാതെ കുറഞ്ഞു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഒന്നും മിണ്ടാത്ത? ഇപ്പോഴത്തെ പോലെയല്ല, അന്ന് വിദ്യാർത്ഥിയാണ്. അപ്പം ഞാൻ സാധാരണഗതിയിൽ വളരെ അവശ്യം ഞാൻ ഇടപെടേണ്ട കാര്യം, ഞാൻ പറയേണ്ട കാര്യം മാത്രമേ മിണ്ടുള്ളൂ.
ഇപ്പോൾ വളരെ കുറഞ്ഞ സംസാര രീതിയിലേക്ക് പോയി. അങ്ങനെ കുറെ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ഒരു പഠന സമയമാണ്. മീൻസ് നമ്മൾ തന്നെ ഈ സ്വത്വബോധത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, പിന്നെയുള്ള കമ്മ്യൂണിക്കേഷനെയും ബാധിക്കും. തീർച്ചയായിട്ടും അതാണ് അതിന്റെ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നം. എനിക്കൊന്നും തീരെ പറ്റില്ല കേട്ടോ മൗനവ്രതം. നമുക്ക് അല്ലാതെ ഇപ്പൊ ഒരു മിനിറ്റ് ഒരു സൈലൻസ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അഭിരാമിക്കും പറ്റും. ആണോ? ഉറപ്പായിട്ട് പറ്റും. എന്താണെന്നറിയാമോ, ആദ്യം നമ്മുടെ എല്ലാവരുടെയും ഒരു കുഴപ്പമാണ്, എനിക്ക് പറ്റില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കും. എനിക്കും ആ ഭയം ഉണ്ടായിരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട്, എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കണം തോന്നിയാൽ തന്നെ നമ്മൾ പിടിച്ചു നിർത്തേണ്ടി വരും, ബലമായിട്ട് ഒരു സപ്രഷൻ വേണ്ടി വരും അതിന്. പക്ഷെ കുറച്ച് ദിവസം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സംസാരം തന്നെ പൊതുവെ അങ്ങ് കുറയും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്നൊരു തോന്നലിലേക്ക് നമ്മൾ എത്തും. മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ അധ്യാപകനായി കഴിഞ്ഞപ്പോൾ എനിക്കത് പറ്റാതെയായി. കാരണം ഒരു അധ്യാപകന്റെ ആദ്യത്തെ പണി തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അത് പറ്റും. ഒരുപക്ഷെ റേഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ട് അത് പറ്റില്ല. ഇല്ല, തീർച്ചയായിട്ടും പറ്റില്ല. വേറെ എന്തെങ്കിലും പണിയിലേക്കാണ് പോകുന്നെങ്കിൽ പറ്റും. കമ്പ്യൂട്ടർ റിലേറ്റഡ് ജോബ്സ് ആണ് ചെയ്യുന്നെങ്കിൽ ഒരു ദിവസം അതൊരു ശക്തമായ നിയന്ത്രണമാണ് കേട്ടോ. നമുക്ക് ഒരു ദിവസം, ഞാൻ ആ പരീക്ഷണം വിജയിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ വിചാരിച്ച എന്തും പറ്റുമെന്ന്. ആ പരീക്ഷണം നടത്തിയപ്പോൾ എനിക്ക് പൂർണ്ണമായി മനസ്സിലായി, ഇഫ് വി ബിലീവ് വി ക്യാൻ ഡു ഇറ്റ്. അത് ഇങ്ങനൊരു മൗനവ്രതം ചെയ്യാൻ കഴിയുമെന്ന് എൻ്റെ സ്വത്വബോധം ഒരിക്കലും എന്നെ വിശ്വസിപ്പിച്ചിരുന്നില്ല. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിൽ ഇനി വേണം എന്തും ചെയ്യാം എന്നുള്ളൊരു ധൈര്യം അതിൽ വന്നു. നമ്മുടെ സ്വത്വബോധത്തിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ സ്വത്വബോധം നമുക്ക് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ഈ സ്വത്വബോധം കണ്ടിട്ടുള്ളത് അരബിന്ദ് ഘോഷിലാണ്. അരബിന്ദ് ഘോഷ് രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു. ഒരു കൊലപാതകത്തിൽ ശിക്ഷിക്കപ്പെട്ടു. എന്നിട്ട് ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടിയിട്ട് അദ്ദേഹം പോണ്ടിച്ചേരിയിലേക്ക് വന്നു. സ്വാമി അരബിന്ദുവായിട്ട് മാറി. അരബിന്ദ് ആശ്രമം ഉണ്ടാക്കി. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയ ശിഷ്യയും അദ്ദേഹവും അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം മാസങ്ങളോളം സംസാരിക്കില്ലായിരുന്നു. എന്നിട്ട് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതി. അതുകൊണ്ടും ആകാം ആത്മീയ തലത്തിൽ വളരെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആത്മീയ ഗ്രന്ഥങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അരബിന്ദ് ഘോഷിന്റെയും അതുപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെയും ഗ്രന്ഥങ്ങളാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹം പൊതുവെ ഒരു ശാന്തശീലനായിരുന്നു. അരവിന്ദ് ഘോഷ് അങ്ങനെ ആയിരുന്നില്ല, ഒരു വിപ്ലവകാരിയായിരുന്നു. എന്നിട്ടാണ് ഇതിലേക്ക് മാറിയത്. സംസാരിച്ചത് പിന്നീട് ഗ്രന്ഥത്തിലൂടെ അങ്ങനെയാകാം. അത് സ്വത്വബോധത്തിന് പല പരിണാമങ്ങളുണ്ട് എന്ന് ഞാൻ പറയായിരുന്നു. എന്ന് മാത്രമല്ല, എല്ലാ നേതാക്കന്മാരിലും ഈ സ്വത്വബോധം വളരെ ശക്തമാണ്. ചിലപ്പോൾ അത് സെൽഫ് പ്രൊജക്ഷനായിട്ട് വന്നു എന്ന് വരാം. പക്ഷേ അങ്ങനെ വന്നാൽ പോലും അതിൽ തെറ്റില്ല. കാരണം പ്രൊജക്റ്റ് ചെയ്യാൻ, ഇപ്പോൾ നമ്മളൊരു നല്ല സിനിമ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആളുകൾ കാണുമല്ലോ. അതുപോലെ ഒരു വ്യക്തി പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വർത്ത് സീയിങ് അല്ലെങ്കിൽ വർത്ത് ലിസണിങ് ആണെങ്കിൽ അതിൽ തെറ്റില്ല. അതല്ലാത്ത ഒരു സെൽഫ് പ്രൊജക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് അരോചകമായിട്ട് തോന്നുന്നത്. അപ്പോൾ സ്വത്വബോധം പല ഘട്ടങ്ങളിലും നമുക്ക് ഗുണം ചെയ്യും. പക്ഷേ നല്ലൊരു പങ്ക് മനുഷ്യർ ഈ സ്വത്വബോധത്തെ കണ്ടെത്തുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അവനവൻ എന്താണെന്ന് അവർ കണ്ടെത്താൻ കഴിയുന്നില്ല. നമ്മളെ കണ്ടെത്തിയില്ലെങ്കിൽ അതിലുണ്ട് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നമുക്ക് നമ്മളെ സ്വയം മനസ്സിലാക്കാനാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിലും. ഇപ്പോൾ ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. നമ്മളിൽ പലരും ഐ ലവ് യു എന്ന് പറയാറുണ്ട്. പലരോടെ പഠിക്കുന്ന കാലത്തോ അതിന് ശേഷമൊക്കെ പറയാറുണ്ട്. എപ്പോഴെങ്കിലും അഭിരാമി ഐ ലവ് മീ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതല്ലേ ആദ്യം പറയേണ്ടത്. തീർച്ചയായിട്ടും സെൽഫ് ലവ് ആണ്. ആദ്യം അവനവനെയല്ലേ ലവ് ചെയ്യേണ്ടത്. നമ്മളത് വിട്ടുപോകുന്നു. സ്വത്വബോധത്തിൽ വരുന്ന ഒരു വലിയ നഷ്ടമാണത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഗ്രീക്ക് പുരാണങ്ങളിലൊക്കെ നാർസിസം എന്നൊരു വേർഡുണ്ട്. സ്വന്തം ശരീരത്തെ പ്രണയിക്കുക. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്വന്തം സ്വത്വത്തിനെ ഇഷ്ടപ്പെടുക. ഞാൻ ആ കാര്യത്തിൽ മിടുക്കനാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ തന്നെയാണ്. വേറെ എല്ലാവരെക്കാളും വേറെ ആരും എനിക്ക് വേണ്ടല്ലേ. അങ്ങനെയല്ല, എന്നോട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെയാണെന്ന് പറയും. അവരമ്മയോട് ചോദിച്ചാലോ സ്വയമാണെന്ന് പറയൂ? ഇല്ല. അവിടെയാണ് കുഴപ്പം. പിന്നെ അത് മാറ്റണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സാർ ഇപ്പൊ പറഞ്ഞ പോലെ സാറിനെയാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ കൂടെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. സ്നേഹിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, അപ്പോഴേ നമ്മുടെ ആത്മവിശ്വാസം പൂർണ്ണ രൂപത്തിലെത്തുള്ളൂ. അവനവനെ സ്നേഹിക്കാൻ കഴിയില്ലാത്ത ഒരുവന്, എനിക്ക് മുരുകൻ കാട്ടാക്കടയുടെ ഒരു 2 വരികളാണ് ഓർമ്മ വരുന്നത്. അവനവന് വേണ്ടിയല്ലാതെ അവരന് വേണ്ടി ചുടുരക്തം ഒഴുക്കുന്നവൻ രക്തസാക്ഷി. മനസ്സിലായില്ലേ? അങ്ങനെ ആകരുത്, രക്തസാക്ഷി ആകരുത്. അവനവന് വേണ്ടിയും എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. അപ്പം സ്വത്വബോധം തുടങ്ങുന്ന അവിടെ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ വലിയ ചിന്തകരും ഈ സ്വത്വബോധം ഉണ്ടെങ്കിലും അവരെല്ലാം സ്വയം ഇഷ്ടപ്പെടുന്നവരാണ്. സ്വയം ഇഷ്ടപ്പെടാത്ത ഒരാളിന്, ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിച്ചതാരാണ്? വേദവ്യാസൻ എന്നാണ് പറയപ്പെടുന്നത്. വേദവ്യാസന് ഒരാളല്ല പലരാണെന്നൊക്കെ പണ്ട് പറഞ്ഞത്. പക്ഷെ ഇപ്പം ഒരാൾ തന്നെ ആയിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട്.
ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഗ്രന്ഥം വേദവ്യാസൻ്റെ തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. വേദവ്യാസൻ സ്വയം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വേദവ്യാസന് ഒരിക്കലും ഇത്ര ബൃഹത്തായ ഗ്രന്ഥങ്ങൾ രചിക്കാൻ കഴിയില്ല. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യം, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടാതെ നമ്മൾ വേറൊരാളിനോട് പെരുമാറുമ്പോൾ നമുക്ക് ഒരിക്കലും അവരെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. നമ്മുടെ ഗുണങ്ങൾ നമുക്ക് തന്നെ സ്വാംശീകരിക്കാതെ നമുക്ക് ആ ഗുണങ്ങൾ എന്താണെന്ന് അറിയില്ലല്ലോ. നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ? നമുക്കിപ്പോൾ എല്ലാത്തിനും ഒരു ബേസ് ലെവൽ പറയാറുണ്ട്, എല്ലാത്തിനും ഒരു ഒരു ഫൗണ്ടേഷൻ ലെവൽ അല്ലെ ബേസ് ലെവൽ നമ്മൾ പറയാറുണ്ട്. അത് ആ ബേസ് ലെവൽ എവിടെ ഫിക്സ് ചെയ്യുന്നത്? അവനവനെ തന്നെ ഫിക്സ് ചെയ്യണം. ഞാനിത് പലരുടെയും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ അവർ തന്നെയാണെന്ന് എനിക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പബ്ലിക്കായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണെന്ന് പറയാറുമില്ല. ഇന്നിപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അവനവനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവർക്ക് ലോകത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുള്ളൂ. നേരെ ഞാൻ ഗുണം ചെയ്തു എന്നല്ല എൻ്റെ അർത്ഥം, പക്ഷെ അതതിൻ്റെ തുടക്കമാണ്, ബേസ് റിക്വയർമെന്റ് ആണ്. അതെ, തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കൂടുതലായിട്ട് അധികമായിട്ട് സ്നേഹിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല എഴുത്തുകാരും പറഞ്ഞിട്ടുള്ളതാണല്ലേ, കേൾക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിയാകും, നിങ്ങൾക്ക് നിങ്ങളെ എത്രത്തോളം ഇഷ്ടമുണ്ട് എന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതിയാകും. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയെ വിട്ടിട്ട് ഇന്റർനാഷണലി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സ്വത്വബോധത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? അവരുടേതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഉണ്ട്. ചില കൾച്ചറിൽ ഈ സ്വത്വബോധത്തിന് ഭയങ്കര സ്വാധീനമുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ബുദ്ധമതത്തിലും കൺഫ്യൂഷൻ മതത്തിലും ടാവോയിസത്തിലും ഒക്കെ ഈ മതത്തിന്റെ അടിസ്ഥാനം തന്നെ തുടങ്ങുന്നത് സ്വത്വബോധത്തിൽ നിന്നാണ്. ഇപ്പോൾ ഹിന്ദു മതത്തിൽ അത് ചില അംശങ്ങൾ അവിടെ ഇവിടെ ഉണ്ട്. നീ തന്നെയാണ് ദൈവം, അല്ലെങ്കിൽ നിന്നിലാണെല്ലാം തുടങ്ങുന്നത്, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു തത്വം വരുന്നുണ്ടെങ്കിലും അതിന്റെ തന്നെ ഉദാത്തത ആലോചിച്ച് നോക്കൂ. നീയാണ് ദൈവം, അഹം ബ്രഹ്മാസ്മി, ഞാനാണ് ദൈവം എന്ന് ഞാൻ ഉദ്ഘോഷിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഐ എം ദ പ്രൈം, ഞാൻ കഴിഞ്ഞിട്ടേ വേറൊരു ദൈവമുള്ളൂ. പക്ഷെ നമ്മൾ ജീവിതത്തിൽ അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ചില മതചിന്തകൾക്ക്, അതുപോലെ ചില ജീവിത രീതികൾക്ക്, ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാണ്. ഇത് ഞാൻ മുമ്പൊരിക്കൽ എവിടെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പോൾ അഭിരാമി ഒരു കടയിൽ പോയിട്ട് ഒരു കോൾഗേറ്റ് പേസ്റ്റ് തരുമെന്ന് പറഞ്ഞു. അപ്പം അവരൊരു പേസ്റ്റ് എടുത്ത് പൊതിഞ്ഞു തന്നു. അഭിരാമി അത് വാങ്ങിച്ചു, വീട്ടിൽ കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ പല്ല് തേക്കാൻ വേണ്ടി അതെടുത്ത് തുറന്നു നോക്കി കഴിഞ്ഞപ്പം അത് കോൾഗേറ്റ് അല്ല, ആങ്കർ പേസ്റ്റ് ആണ്. അഭിരാമി എന്താ ചെയ്യുക? ഞാൻ തിരിച്ചു ചെല്ലും, കടക്കാരൻ്റെ അടുത്തിട്ട് പോകും. അങ്ങനെ ചെയ്യുന്ന എത്ര പേര് ഇന്ത്യയിലുണ്ടാവും? എല്ലാവരും ചെയ്യില്ല. ഉള്ളത് കൊണ്ട് ഇന്ത്യയിലെ 95% ആളുകൾ അങ്ങനെ ചെയ്യില്ല. ദാറ്റ് ഇസ് കോൾഡ് ലാക്ക് ഓഫ് അഫർമേഷൻ. മറിച്ച് US-ലാണെങ്കിൽ 95% ആളുകൾ അങ്ങനെ ചെയ്യും. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് ഞാൻ ഇവിടെ ജനിക്കേണ്ട ആളല്ലേ? അത് ഇത്ര തെറ്റിപ്പോയി, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അപൂർവമായിട്ട് എനിക്കറിയാം അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിച്ചല്ലോ, അതെങ്കിലും ഉണ്ടായല്ലോ. അല്ല, നമ്മള് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളത്. എന്നാൽ അമേരിക്കക്കാരനാണെങ്കിൽ ഇതിന്റെ ഒരംശം കൂടെ ഉണ്ട്, അതോടെ പറയാം. അവിടെ പോയി ഈ പേസ്റ്റ് കൊടുത്തിട്ട് പകരമുള്ള പേസ്റ്റ് വാങ്ങിക്കുകയും വന്നു പോയതിനുള്ള ചെലവും കൂടെ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. അത് ചെയ്യില്ല. അതാണ് ഇന്ത്യക്കാരുടെ പ്രത്യേകത. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വത്വബോധം നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഒന്നുകൂടെ പറയാം. ഇപ്പൊ അഭിരാമി പഠിപ്പിച്ച ഒരു പ്രൊഫസർ, 10-75 വയസ്സായ ഒരു പ്രൊഫസറെ വഴിയുന്നതാണ്. സർ എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്തില്ല, അല്ലേ? ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു സ്വത്വബോധത്തിൽ അവരെ ബഹുമാനിക്കണം. ഈ സാറിന് പല ആളുകളും ചില ഫുൾ ഫോം ഒക്കെ പറയാറുണ്ട്, അതാണോന്ന് എനിക്കറിയില്ല. സ്ലേവ് ഐ റിമെയിൻ എന്നാണ് ഫുൾ ഫോം പറയാറ്. ഞാൻ അങ്ങയുടെ അടിമയാണെന്നാണ് പറയുന്നത്. അതാണ് ഒരു ഫുൾ ഫോം പറയപ്പെടുന്നത്. അതിപ്പോ ആരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞാണോ അതോ സത്യത്തിൽ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ പൊളിറ്റിക്സിലും അങ്ങനെ ഒരു ചർച്ചയുണ്ടല്ലോ, സാർ വിളി വേണോ സാർ വിളി വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇപ്പം അമേരിക്കയിലുള്ള ഒരു കുട്ടിയാണ് വഴിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രൊഫസറെ കാണുന്ന വെച്ചാൽ, ഹലോ മിസ്റ്റർ ഹൗ ആർ യു എന്ന് ചോദിക്കും. അല്ലെ പേരൂടെ അറിയാമെങ്കിൽ ഹലോ മിസ്റ്റർ ബോസ് ഹൗ ആർ യു എന്ന് ചോദിക്കും. അവിടെ എനിക്ക് തോന്നുന്നു റെസ്പെക്ട് ചെയ്യുന്നത് ബൈ നെയിം അല്ലേ? ആണ്, അവിടെ റെസ്പെക്ട് ചെയ്യുന്നത് ബൈ നെയിം ആണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ പകരം അത് പലപ്പോഴും അരോചകമായിട്ട് തോന്നും. എനിക്ക് അടുത്ത കാലത്ത് അരോചകമായിട്ട് തോന്നിയ ഒരു അവസരം പറയാം. അപ്പോൾ എൻ്റെ ഒരു പൂർവ്വസൂരിയായിട്ടുള്ള ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന് 94 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ അദ്ദേഹം
10-30 കൊല്ലം മുമ്പ് പഠിപ്പിച്ച ഒരാൾ, ഒരു 10-60 വയസ്സ് പ്രായം ഉണ്ടാവും, ഹലോ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പേരെടുത്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ സ്വത്ത് ബോധം എന്നിൽ വർക്ക് ചെയ്തു. കാരണം ഞാനൊരു ഇന്ത്യൻ കൾച്ചറിലാണ്. അപ്പോൾ അതിലൊരു അപാകത എനിക്ക് തോന്നി. അയാൾ അമേരിക്കക്കാരനാകാൻ ശ്രമിക്കുകയാണ്, അയാളുടെ സ്വത്വബോധം ഇവിടെ തന്നെയാണ്. നമ്മുടെ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ, നമ്മൾ എവിടെ പോയാലും നമ്മുടെ സ്വത്വബോധം വിട്ടിട്ട് ആ സ്വത്വബോധം കടമെടുക്കാൻ ശ്രമിക്കും. മലയാളിയുടെ ഒരു കുഴപ്പം അതാ. പക്ഷെ അത് പല നാട്ടുകാരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു തമിഴ്നാട്ടുകാരൻ കേരളത്തിൽ വന്നാൽ തമിഴേ പറയുള്ളൂ, മലയാളം പറയില്ല. അഭിരാമി ചെന്നൈ പോയാൽ എന്ത് പറയും? തമിഴ് പറയാൻ ശ്രമിക്കും. അത് പണ്ട് എൻ്റെ ഒരു പ്രൊഫസർ പറഞ്ഞൊരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം PGക്ക് പഠിച്ചത് ചെന്നൈയിലായിരുന്നു, ബാക്കിയൊക്കെ കേരളത്തിലായിരുന്നു. അപ്പോൾ ഇതൊരു തമാശയാണ്, ഇടയ്ക്കൊരു തമാശയും കൂടെ ആയിക്കോട്ടെ. അപ്പോൾ അദ്ദേഹം ചെന്നൈ പഠിക്കുന്ന സമയത്ത് ആ തുണി അലക്കാൻ വേണ്ടി ഒരു അലക്കുകാരൻ വരും. അപ്പോൾ ഈ അലക്കുകാരനും ഭാര്യയും കൂടെയാണ് തുണി അലക്കാൻ വന്ന് തുണി വാങ്ങിച്ചിട്ട് പോകും, അടുത്ത ആഴ്ച കൊണ്ടുവരും, പൈസ കൊടുത്ത് വാങ്ങിക്കും. അപ്പോൾ ഒരു ദിവസം ഈ തുണി കൊണ്ടുവന്നു കഴിയുമ്പോൾ അതിലെന്തോ ഒരു കേട്. അപ്പോൾ അലക്കാരനും ഭാര്യയും കൂടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വാഗ്വാദം തുടർന്നു, ഇത് നിങ്ങൾ കൊണ്ടുപോയി കേടാക്കിയതാണ് അല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹം എൻ്റെ പ്രൊഫസർ, അന്ന് അദ്ദേഹം വിദ്യാർത്ഥിയാണല്ലോ, അറിയാവുന്ന തമിഴ് വെച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സംസാരം എനിക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ്. തമിഴിൽ അതിന്റെ അർത്ഥം എന്താ? നിന്റെ ഭാര്യ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണോ? അങ്ങനെയാണ്. ഒരു തരത്തിൽ രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി ഇത് പ്രയോഗിക്കണ്ട. അപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു. അത് ഞങ്ങളന്ന് അദ്ദേഹം ഈ കഥ പറയുമ്പോൾ തന്നെ 19 വയസ്സുള്ള പ്രൊഫസറാണ് ഞങ്ങളുടെ. അപ്പൊ ഞാൻ മലയാളി കാണിക്കുന്ന അബദ്ധമാണ് പറയാറ്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തുകാരനാകാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ സ്വത്വബോധത്തെ കച്ചവട ചരക്കാക്കുന്ന ഒരു ജനതയാണ് നമ്മളിൽ പലരും. വേറൊരുത്തിന് അങ്ങനെ ചെയ്യുമോ? ഇപ്പോൾ ഒരു വിദേശത്തുനിന്ന് ഇവിടെ ഒരാൾ പഠിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ പഠിക്കും. അങ്ങനെ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ഇപ്പം മലയാളത്തിന് ആദ്യ വ്യാകരണ ഗ്രന്ഥം എഴുതിയ ഒരു ജർമ്മനാണ്, ഹെർമൻ ഗുണ്ടറാണ്. അദ്ദേഹം മലയാളം പഠിച്ചിട്ടാണ് മലയാളത്തിന് വ്യാകരണ ഗ്രന്ഥമല്ല, ആദ്യ ഡിക്ഷണറി, ലെക്സിക്കൺ മലയാളികൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അത് വേറെ, അതൊരു അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ നമ്മൾ എവിടെ പോയാലും നമ്മൾ അവിടുത്തുകാരനാകാൻ വേണ്ടി നമ്മുടെ സ്വത്വബോധത്തെ അടിയറ വെക്കും. എനിക്കത് അത്ര ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും ഏത് നാട്ടിൽ പോയാലും നമ്മുടെ സ്വത്വബോധം നമ്മളുണ്ടാകണം എന്ന് വിശ്വസിക്കുന്നവരാണ്. അവരാരും കളയുന്നില്ല അവരുടെ സ്വത്വബോധം. ഇപ്പോൾ ഒരു ഫ്രാൻസുകാരൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രാൻസിൽ പോയി ഇംഗ്ലീഷ് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അയാൾ ഫ്രഞ്ചിലെ മറുപടി പറയുള്ളൂ. അവരുടെ സ്വത്വബോധം അവർ കളയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് അതൊക്കെ ഇത്തിരി കടന്ന കൈയാണ്. എങ്കിലും അപ്പോൾ മലയാളി ഒരു അഡ്ജസ്റ്റ്മെന്റ് സാവിയാണ്. അതായത് എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തുകാരായി മാറാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് പറ്റില്ല. നമ്മൾ എവിടെ പോയി അതാകാൻ നോക്കിയാലും, ഇപ്പോൾ US പോയി അമേരിക്കക്കാരനാകാൻ ശ്രമിച്ചാലും നമ്മൾ മലയാളിയായിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അത് പലപ്പോഴും അത് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അവരുടെ കൾച്ചറിലേക്ക് പെട്ടെന്ന് അഡാപ്റ്റബിൾ ആവാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അത് പക്ഷെ തല്ലുകിട്ടണ കേസ് കൂടിയായി മാറും എന്നുള്ളതാണ് അല്ലേ? അതാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ പിന്നെ നമ്മൾ വളർന്നു വരുന്ന ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ അതും ഈ സ്വത്വബോധമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മുടെ ചെറുപ്പക്കാര് വിദേശ സ്വത്വബോധത്തിനെ കടമെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാണമാണെന്നാണ്. അതിന് ചില കാരണങ്ങളുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിത രീതി, നമ്മുടെ ഈത്തോസ്, നമ്മുടെ കൾച്ചറിനൊക്കെ ചില നിയന്ത്രണങ്ങളുണ്ട്. ഇപ്പം രക്ഷകർത്താവിൻ്റെ നിയന്ത്രണത്തിലാണ് 30-40 വയസ്സായാലും ഇവിടുത്തെ ഒരു മോനും മോളും അല്ലെന്ന് പറയാൻ പറ്റൂ. വിവാഹം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളും അല്ലെ ഭർത്താവും കുട്ടികളൊക്കെ ആയാലും അമ്മയും അച്ഛനും പറയുന്ന കേട്ടാ ജീവിക്കുന്നത്. ഇത് ഏതെങ്കിലും പാശ്ചാത്യ നാടുകളിൽ നടക്കൂ? 16 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർ അമ്മയും അച്ഛനും ഭാഗവെക്കില്ല, അവർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ പറ്റുന്ന ഈ ഒരു കൾച്ചർ അത് ഉൾക്കൊള്ളാൻ പുതുതലമുറ തയ്യാറാകുന്നില്ല. അതുപോലെ ഫ്രീ ഫോർ ലൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കണേ തന്നെ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ജാതി മത ചിന്തകൾ, സാമൂഹിക ചിന്തകൾ, സാമ്പത്തിക ചിന്തകൾ ഇതൊക്കെയുണ്ട്. പാശ്ചാത്യ നാടുകളിലെങ്കിലും ഇങ്ങനെ ഒരു ചിന്തയില്ല. രണ്ടുപേരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു പങ്കാളികളാവുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ചിന്ത അവിടെ ഇല്ല. അപ്പം ഇതെന്തോ ഒരു പുതിയ ലോകമാണെന്നൊരു ധാരണ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ വരുന്ന ചില സമ്മർദ്ദങ്ങളും, ഇപ്പോൾ തൊഴിലില്ലായ്മയുടെ സമ്മർദ്ദങ്ങൾ, അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം, കട്ടതിനും തൊണ്ടതിനും എല്ലാത്തിനും നമ്മൾ രാഷ്ട്രീയം കൂട്ടി കലർത്തുന്ന രീതികൾ, ഇതൊന്നും നമ്മുടെ തലമുറയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം അവരുടെ സ്വത്വബോധം വികസിക്കുന്നത് അവർ മാതൃകയായി കാണുന്നത് ചിലപ്പോൾ ബിൽഗേറ്റ്സിനെയോ അങ്ങനെ വല്ലതും ആയിരിക്കും. അപ്പോൾ അവർക്ക് ആ രീതിയിലേക്ക് വികസിക്കാൻ താല്പര്യം വരുമ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന മാതൃകകൾ അവരുടെ സ്വത്വത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല.
അതെ. അതുകൊണ്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് സമൂഹത്തിലുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാർ മുഴുവൻ പലായനം ചെയ്യുന്നതിൻ്റെ ചില ഘടകങ്ങൾ ഇതും കൂടിയാണ്. അവർക്ക് നമ്മുടെ ഈ സമൂഹത്തിൻ്റെ സ്വത്വബോധത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് മലയാളിയാണെന്ന് അറിയാമെങ്കിലും അവർ മലയാളിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. എത്ര കാലം ഇത് തുടരുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് മാറാൻ പറ്റും. കാരണം അടുത്ത കാലത്ത് വന്ന ചില ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ വിദേശത്തുള്ള പലർക്കും അവരുടെ സ്വത്വബോധം വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് തിരിച്ചു വരണമെന്ന് തോന്നുന്നതാണ്. അവർക്കൊരിക്കലും അവിടുത്തുകാരാകാൻ കഴിയുന്നില്ല. ഇവിടുന്ന് പോയവർക്കെങ്കിലും. പിന്നെ അവരുടെ അടുത്ത തലമുറയ്ക്ക് ഒരു പക്ഷേ അത് ബാധകമാവില്ല. കാരണം അവരുടെ അടുത്ത തലമുറ അവിടെ ജനിച്ചു വളർന്നവരാണ്. ഇപ്പോൾ ബറാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ഒബാമയ്ക്ക് എന്താ അമേരിക്കയായിട്ട് ബന്ധം? അവിടെ ജനിച്ചു വളർന്നതാണ്. പക്ഷേ അയാളുടെ അച്ഛൻ അവിടുത്തുകാരനല്ല, അയാളുടെ അമ്മ അവിടുത്തുകാരല്ല. അപ്പോൾ അവരൊരിക്കലും അമേരിക്കക്കാരാവില്ല. പക്ഷെ ഈ ജനറേഷൻ അങ്ങനെ സംഭവിക്കാം. അതുകൊണ്ട് അതും ഒരു സ്വത്വബോധത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം ഒരു ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള ഒരു അച്ഛനാണ് ഒബാമയ്ക്കുള്ളെങ്കിലും ഒബാമയ്ക്ക് ഒരിക്കലും ഒരു ആഫ്രിക്കക്കാരനാകാൻ കഴിയില്ല. ജനിച്ചു വീണ സ്ഥലമാണ് അയാളുടെ സംസ്കാരത്തിന്റെ ഭാഗം. അപ്പോൾ സ്വത്വബോധത്തിന് ഇങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല പ്രസക്തിയുണ്ട്. ഇനി എനിക്ക് മനസ്സിലായിടത്തോളം ഈ സ്വത്വത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ജനതയിൽ നല്ലൊരു പങ്ക് ഇന്ത്യക്കാരായിരുന്നു. മറ്റുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു ഭൗതിക സാഹചര്യത്തിലായിരുന്നു അവരുടെ ജീവിതക്രമം. ആത്മീയതയ്ക്ക് പ്രാധാന്യം വരുന്നിടത്താണ് ഈ സ്വത്വബോധം വരുന്നത്. ഞാൻ എന്താണ്, ഞാൻ എന്തായിരിക്കണം, ഞാൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് സ്വത്വബോധം വരുന്നത്. ഇതൊന്നുമില്ല, എനിക്ക് ഭക്ഷിച്ചാൽ മതി, എനിക്ക് ജീവിച്ചാൽ മതി എന്നുള്ളൊരു ചിന്ത വരുന്നിടത്ത് ഈ ബോധവേ ഉണ്ടാവില്ല. അവരൊരു യാന്ത്രികതയിലേക്ക് പോകും. യാന്ത്രികത കൂടുന്നിടത്ത് സ്വത്വബോധം കുറവായിരിക്കും. ഓക്കെ. പക്ഷേ സാർ, ഇതിന് നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസസ് ഉണ്ടാവില്ല? ഇപ്പോൾ ഈ അതിക്രമങ്ങളും ഈ പറഞ്ഞ പോലെയുള്ള അക്രമങ്ങളൊക്കെ നടക്കുന്നതും ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും സ്വത്വബോധത്തിന് ചില നെഗറ്റീവ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗുണ്ടായിസം കാണിക്കുന്ന സ്വത്വബോധത്തിൽ നിന്നാണ്. ഈ ഗുണ്ടയുടെ മനഃശാസ്ത്രം എന്താണ്? ഞാനൊരു ഗുണ്ട ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഐ ആം ബെറ്റർ ദാൻ യു, ഞാൻ നിന്നേക്കാൾ മിടുക്കനാണ് എന്ന് തോന്നാത്ത ഒരാൾക്കും ഗുണ്ടയാകാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ നിന്നേക്കാൾ മിടുക്കനാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഒരുത്തിനെ എനിക്ക് അടിക്കാൻ പറ്റുള്ളൂ. അതെ. അല്ല, എന്നേക്കാൾ അയാൾ മെച്ചപ്പെട്ടതായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ തല്ലാൻ പറ്റില്ല. അപ്പോൾ ഗുണ്ടായുസത്തിന്റെ ബേസിസും ഇത് തന്നെയാണ്, സ്വത്വബോധം തന്നെയാണ്. ആത്മീയതയുടെ ബേസിസും സ്വത്വബോധം തന്നെയാണ്. ഈ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാനസികമായിട്ട് ഞാൻ നിന്നേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. ആത്മീയതയിലും സ്വാർത്ഥതയുടെ അംശം വളരെയധികം ഉണ്ട്. എന്താ ഈ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നവരെന്താ പലപ്പോഴും ആവശ്യപ്പെടുന്നത്? എനിക്കെല്ലാം തരണേന്നാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ ലോകാസമസ്ത സുഖനോ ഭവന്തു എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിക്കുന്ന അപൂർവം പേരുണ്ടാവും. പക്ഷെ അവരും സ്വകാര്യ നിമിഷങ്ങളിൽ ലോകം എന്തോ ആയിക്കോട്ടെ എനിക്കെല്ലാം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. അപ്പോൾ സ്വത്വബോധത്തെ നമ്മൾ വളച്ചൊടിക്കുന്നുണ്ട്. അതീ പറഞ്ഞ എല്ലാ അധികാരങ്ങളും. ഇപ്പോൾ ഒരു ചിന്തകൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരാളുടെ ശരിയായ സ്വഭാവം അറിയണമെങ്കിൽ അവന് ധാരാളം സമ്പത്തും ധാരാളം അധികാരവും കൊടുത്താൽ മതി. ശരിയാണത്. ഞാനിത് രണ്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അധികാരം ചിലർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ളവരെ എങ്ങനെ അടിമപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് ചിന്തയുണ്ടാവും. അങ്ങനെയുള്ളവരിലേക്ക് അധികാരം എത്തുന്ന ആപത്കരമാണ്. അതുകൊണ്ടാണ് പ്ലേറ്റോ തന്നെ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നത്, അധികാരം ഒരാളിന് കൊടുക്കുന്നതിന് മുമ്പ് അവരെ ചില അധികാര സ്ഥാനത്ത് വെച്ചിട്ട് പരീക്ഷിക്കണമെന്ന്. വെച്ചാൽ ഇപ്പോൾ രാജാവിൻ്റെ മകന് നേരിട്ട് അധികാരം കൊടുക്കരുത്. ഈ രാജാവിൻ്റെ മകനെ ഏതെങ്കിലും ഒരു നാട്ടിലൊരു ചെറിയ നാട്ടുവഴിയാക്കി വെച്ചിട്ട് അവൻ എങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നു നോക്കിയിട്ടേ അധികാരം കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ഔറംഗസേബ് ചെയ്ത പോലെ അച്ഛനെ പിടിച്ച് തടവിലിട്ടിട്ട് അവൻ അധികാരത്തിലേക്ക് വരും. പ്ലേറ്റോ വളരെ ബുദ്ധിമാനായിരുന്നു അക്കാര്യത്തിൽ. ഇതുപോലെ തന്നെയാണ് ആത്മീയതയ്ക്കും. ഈ ആത്മീയത പ്രസംഗിക്കുന്നവർ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ നിന്നേക്കാൾ കഴിവുള്ളവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞാൻ അഭിരാമിയെ ഉപദേശിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അഭിരാമി ആള് ശരിയല്ല, ഞാനാണ് ശരി. അതിന്റെ ബേസിക് കോൺസെപ്റ്റ് അതാണ്. ആത്മീയതയുടെ കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. ഞാൻ ശരി, നീ തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും സ്വത്വബോധമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയാറ്, ഈ ആത്മീയത ഉപദേശിക്കുന്നവരെല്ലാം തന്നെ ഈഗോ ഉള്ളവരാണ്. അത് ഏത് സ്വാമിയായാലും ഏത് സന്യാസിയായാലും ഈഗോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ആരും ഉപദേശിക്കാൻ പോവില്ല. ഇപ്പം രമണ മഹർഷി ആരും ഉപദേശിച്ചായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം സർവ്വസംഘ പരിത്യാഗിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു മലയുടെ പുറത്ത് പോയിരിക്കും. അദ്ദേഹം ഉപദേശമൊന്നും അങ്ങനെ കൊടുക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കൊണ്ടും കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾ ഉപദേശിപ്പിച്ചു തുടങ്ങി. അദ്ദേഹത്തിലേക്ക് ഒരു സ്വത്വബോധം ഇഞ്ചക്ട് ചെയ്തു. സ്വത്വബോധത്തിനെതിരായിട്ട് ജീവിച്ച ഒരാളായിരുന്നു രമണ മഹർഷി. പക്ഷേ അവസാന കാലം ആകുമ്പോഴത്തേക്ക് രമണ മഹർഷി ആളുകൾ ഉപദേശിച്ചു തുടങ്ങി. അപ്പം ആത്മീയതയിലും ഇതിൻ്റെ ഒരു അംശം, ഈ സ്വത്വബോധത്തിൻ്റെ ഒരു അംശം വരുന്നുണ്ട്. ശരിക്കും ലോക നന്മ, ലോകാസമസ്ത സുഖനോ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ ഒരു സ്വത്വബോധം ഇല്ലാതെ വേണം വർക്ക് ചെയ്യാൻ. അയാളുടെ ബോധം ബാക്കിയുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇപ്പം ഞാൻ പറയുന്നതാണ് ശരിയെന്ന് എനിക്കെന്താ ഉറപ്പ്?
അത് എന്നെ സംബന്ധിച്ച് മാത്രമാണ് ശരി, അത് വേറൊരാളെ സംബന്ധിച്ച് ശരിയാകേണ്ടതില്ല. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ പറയുന്നതാണ് ശരി, അവരും അതനുസരിക്കണം. തിരിച്ചായിക്കൂടെ, അവര് പറയുന്നതാണ് ശരി, ഞാനും അതനുസരിക്കണം. ഈ സ്വത്വബോധത്തിന്റെ ക്ലാഷാണ് പലപ്പോഴും കുടുംബങ്ങളിൽ കലഹത്തിന് കാരണമാകുന്നത്. ആരാണ് അഹമഹമികാദിയ പാവകജ്വാലകൾ എന്ന് പറഞ്ഞ പോലെ ആരാണ് മുന്നിൽ വരേണ്ടത്, അവിടെ ഇത് വർക്ക് ചെയ്യും. പലപ്പോഴും ഈ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിന് കാരണം ഏതെങ്കിലും ഒരാളുടെ സ്വത്വബോധം അഹങ്കാരത്തിലേക്ക് മാറുമ്പോഴാണ്. ഈ സ്വത്വബോധത്തിന്റെ തന്നെ ഒരു നെക്സ്റ്റ് സ്റ്റേജാണ് അഹംകാരം. ഞാനാണ് എല്ലാത്തിനും കാരണമാകുന്നത് എന്നുള്ള ആ ഒരു ബോധം, അത് സ്വത്വബോധമാണ്. ഒരുപക്ഷെ അഹങ്കാരം എന്ന് പറയുന്ന വാക്ക് തന്നെ സ്വത്വബോധത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഉള്ള ഒരു ഏരിയ കൂടിയാണ് സ്വത്വബോധം എന്നുള്ളത്, അല്ലേ? പിന്നെ അവസാനമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമുക്ക് ഒരു സമൂഹം മൊത്തത്തിൽ വികസിക്കണമെങ്കിൽ അതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഏറ്റവും വലിയ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും സ്പീഡായിട്ടുള്ള ഒരു വികസനം അതെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ സ്വത്വബോധത്തിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും? സ്വത്വബോധം ഇല്ലാതെ അത് നേടിയെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു തേനീച്ചക്കൂട്ടിലൊരു റാണിയുണ്ട്, അതൊരു തേനീച്ച തന്നെയാണ്. അവിടെ വേലക്കാരുണ്ട്, ജോലി എടുക്കുന്നവർ, അവരും തേനീച്ചകൾ തന്നെയാണ്. അവിടെ മടിയന്മാരുണ്ട്, ചുമ്മാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരും തേനീച്ചകൾ തമ്മിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ സ്വത്വബോധമുള്ള ആളാണ് അവിടുത്തെ റാണി. അത് കഴിഞ്ഞാൽ സ്വത്വബോധമുള്ളവരാണ് അവിടുത്തെ വേലക്കാർ. ഒട്ടും സ്വത്വബോധം ഇല്ലാത്തവരാണ് അവിടുത്തെ മടിയന്മാർ. അതുകൊണ്ട് അവർക്ക് അവിടെ ഒരു വിലയില്ല. സമൂഹത്തിൽ ഇങ്ങനെ തന്നെയാണ്. സ്വത്വബോധമുള്ളവർ മാത്രമേ സമൂഹം റെക്കഗ്നൈസ് ചെയ്യുള്ളൂ. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി, ബിസിനസ്സിലാണെങ്കിലും ശരി, പൊതുപ്രവർത്തനത്തിലാണെങ്കിലും ശരി, എല്ലാ രംഗത്തും. സ്വത്വബോധമില്ലാത്ത ഒരാളിന് പാണ്ഡിത്യം ഒരിക്കലും കിട്ടില്ല. കാരണം ഈ പാണ്ഡിത്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചെടുക്കുന്ന വിവരങ്ങളാണ്. ഇപ്പോൾ അഭിരാമിക്ക് ഒരുപാട് വിവരം ഉണ്ടാകണമെന്നാണെങ്കിൽ അഭിരാമിക്ക് അത് തോന്നണം. എന്തിനാ തോന്നുന്നത്? ഇതില്ലെങ്കിൽ എന്താ കുഴപ്പം? അത് നമ്മുടെ അത് സ്വത്വബോധത്തിന്റെ ഒരു അംശമാണ്. എനിക്ക് അറിവുണ്ടാകണം, എനിക്ക് മറ്റൊരാളിനേക്കാൾ അറിവുണ്ടാകണം. അപ്പോൾ സ്വത്വബോധം അവിടെയും വർക്ക് ചെയ്യുന്നു. അപ്പോൾ സമൂഹത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ കുറേ വ്യക്തികളുടെ സ്വത്വബോധത്തിൽ നിന്നുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഒരു വലിയ ശാസ്ത്രജ്ഞനുണ്ടാകുന്നത്? ജനിച്ചപ്പോൾ ആർക്കെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ ഞാൻ ശാസ്ത്രജ്ഞനാകാമെന്ന്? സ്വത്വബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു കർമ്മമാണത്. അപ്പോൾ സ്വത്വബോധമാണ് സത്യത്തിൽ എല്ലാ വികസനത്തിൻ്റെയും എല്ലാ വികാസത്തിൻ്റെയും എല്ലാ എക്സിസ്റ്റൻസിൻ്റെയും റൂട്ട് കോസ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ എന്ന് പറയാമെന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ കേട്ട അരമണിക്കൂറിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം സ്വത്വബോധത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് തന്നെയാണ് ഗുണം ചെയ്യുക, അല്ലേ? അതാണ് സാറ് പറഞ്ഞത്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് നിന്ന് പാസ് ചെയ്യാനുള്ള ഒരു മെസ്സേജ് സെൽഫ് ലവ് എന്നൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു മെസ്സേജിൽ ഇന്നത്തെ ഈ ഒരു റേസ് ടു സക്സസിൻ്റെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം ഒരുപാട് വിഷയങ്ങളുമായിട്ട് നമ്മുടെ കൂടെ ചേർന്നത്, ഒരുപാട് അറിവുകൾ നമ്മളോടൊപ്പം ഷെയർ ചെയ്തത് നമ്മുടെ സ്വന്തം മഹാദേവൻ പിള്ള സാറാണ്. സാറിന് ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി. വീണ്ടും മറ്റൊരു അവസരത്തിൽ നമുക്ക് ഒന്നിക്കാം. നന്ദി. താങ്ക് യു സാർ.